ശ്രീ ജോർജ് കുര്യൻ, ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. ഒന്ന്, ഈ നിയമം നടപ്പാക്കിയത് ശരിയായ രീതിയിലാണോ എന്ന ചോദ്യം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തവണ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആക്ഷേപം ഇതായിരുന്നു, ഈ നിയമം നടപ്പാക്കിയ രീതിയെ സംബന്ധിച്ചായിരുന്നു. രണ്ടാമത്തേത്, ഈ കർഷക സമരത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്ന് പറയുന്നു. ഇത്ര നാളായിട്ടും തീരാത്ത എന്ത് ചർച്ചകളാണെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. നിങ്ങളിത് സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളിത് മരവിപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വരുമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ഇതിനെയൊക്കെ ശ്രീ സുനിൽകുമാർ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പായി കാണാൻ സർക്കാർ തയ്യാറാവുമോ? അല്ല, ശ്രീ സുനിൽകുമാർ കേരളത്തിലെ കൃഷിമന്ത്രിയാണ്. അപ്പൊ ഈ നിയമം പിൻവലിക്കണമെന്നും APMC കേരളത്തിൽ സ്ഥാപിക്കുമെന്നും മണ്ഡി സ്ഥാപിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഏലം കർഷകരുടെ ഇപ്പൊ ലേലം നടക്കുന്നുണ്ട്. അപ്പൊ അതും പഴയ രീതിയിലാക്കുമോ? ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ലേലം നടത്തിയിട്ട് കർഷകർക്ക് പണം കിട്ടുന്നുണ്ട്. പഴയ രീതിയിൽ കുത്തക മുതലാളിമാർക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര മുതലാളിമാർക്ക് തീരെഴുതുന്ന രീതിയിൽ ഇപ്പൊ ഏലക്കർഷകർ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മന്ത്രി എന്താണ് പറയുന്നത്? ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇപ്പോഴത്തെ ലേലം പോലെയാണോ? കേരളത്തിൽ ഇതൊക്കെയാണല്ലോ ബാധിക്കുന്നത്. അതുപോലെ കേരളത്തില് അംബാനി, റിലയൻസ് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാർ തടയുമോ? ഇതൊക്കെയാണ് ഇപ്പം കേരളത്തിലെ അനുബന്ധിച്ച് നമ്മൾ ഇതുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് വേറൊരു സംശയം. കേന്ദ്ര ഗവൺമെന്റ് FPOകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് കർഷകരാണ് ചെയ്യുന്നത്. ഇവിടെ അതിനുവേണ്ടി കൺസൾട്ടൻസിക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ഏജൻസികളെ. ഞാൻ പത്രത്തിൽ പരസ്യം കണ്ടതാണ്. അപ്പൊ അതൊക്കെയാണോ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്നെനിക്കൊരു സംശയം. കാരണം നമ്മൾ പഞ്ചാബിലെ കർഷകരുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ കേരളത്തിൽ APMC വരും എന്നാണ് മന്ത്രി പറയുന്നത്. കേരളത്തിൽ APMC ഇല്ല. അപ്പൊ ഈ നിയമം പിൻവലിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നടപ്പിലാക്കും, മണ്ഡി നടപ്പിലാക്കും. ഈ ഏലം കർഷകരുടെ ലേലം പഴയ രീതിയിലാകും. 2-3 വർഷം കഴിഞ്ഞായിരിക്കും അവർക്ക് പൈസ കിട്ടുന്നത്. ഇപ്പൊ പൈസ കിട്ടുന്നത് അങ്ങനെ കിട്ടണ്ട, അത് മുതലാളിത്തത്തിന് അനുകൂലമായിട്ടുള്ളതാണ്, അന്താരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ ആയിരിക്കും മന്ത്രി പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ കൊള്ളായിരുന്നു. APMC കേരളത്തിൽ വരുമെന്നും മണ്ഡി വരുമെന്നും ഏലം കർഷക ഈ ഇപ്പോഴത്തെ ലേലം നടക്കുന്ന ഇപ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ പെട്ടെന്ന് കിട്ടാതിരിക്കത്തക്ക രീതിയിലുള്ള പഴയ നിയമം കൊണ്ടുവരുന്നു. അംബാനി വന്ന അംബാനിയുടെ റിലയൻസിന്റെ ആൾക്കാർ കേരളത്തിലെ ഭക്ഷ്യവസ്തുക്കളോ വല്ലതും പച്ചക്കറിയോ വല്ലതും വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കരുത്. അത് ഇടനിലക്കാർ മുഴുവനെ മാത്രമേ വാങ്ങിക്കാവുള്ളൂ. കർഷകർക്ക് 10 രൂപയും ഇടനിലക്കാർക്ക് 10 രൂപയും അംബാനിക്ക് 30 രൂപയും എന്നുള്ള രീതിയിൽ പഴയ രീതിയിലേക്ക് പോകണം എന്നൊക്കെ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിക്കുമോ എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പൊ 25 രൂപ നേരിട്ട് അംബാനിയുടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മുതലാളിത്തത്തിന്റെ പൈസയാണ്, അതൊന്നും ഞങ്ങള് വാങ്ങിക്കില്ല എന്നൊക്കെയാണോ കൃഷി വകുപ്പ് മന്ത്രി ഉദ്ദേശിക്കുന്നത്? ശ്രീ ജോർജ് കുര്യൻ, ഈ നിയമത്തെ സംബന്ധിച്ച് എപ്പോഴും സർക്കാർ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരുന്നത്. എപ്പോഴും പറഞ്ഞിരുന്നത് ഇത് കർഷകരെ അവരുടെ ഇത്രയും നാൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ് ഈ 3 നിയമങ്ങൾ എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ കോടതി എന്തായാലും ആ നിയമത്തിന്റെ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കാൻ പോവുകയാണ്. കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങളെ, നിങ്ങൾ ഈ നിയമം മരവിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അത് സ്റ്റേ ചെയ്യും എന്ന് അതടക്കമുള്ള പരാമർശങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അത് ശരി, കോടതിയുടെ വിധി ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. വിധിയില്ല, ഞാൻ പരാമർശം എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ. ഞാൻ പ്രത്യേകം പറഞ്ഞു കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഇത് കോടതിയുടെ പരാമർശമാണ് നടന്നിരിക്കുന്നത്. പിന്നെ വേറൊന്ന്, ഇനിയിപ്പോ ഈ സമരക്കാരെ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. സർക്കാർ പറഞ്ഞതാണ്, പല നിർദ്ദേശങ്ങളും വെച്ചു. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഭേദഗതി വരുത്താം. അങ്ങനെയാണല്ലോ പാർലമെന്റ് നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ. ഇപ്പം 118 പിണറായി വിജയൻ കൊണ്ടുവന്ന് ഞാൻ ആരാണെന്ന് അറിയാവുന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് ജനങ്ങൾ അറിയിക്കഴിഞ്ഞപ്പോൾ അത് ഓർഡിനൻസ് ആയിരുന്നു, പിൻവലിച്ചു. ഇതങ്ങനെയല്ല, പാർലമെന്റ് പാസ്സാക്കിയതാണ്. ഇപ്പൊ കർഷകരുടെ മുമ്പിൽ വെച്ചത് എല്ലാ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. അവര് പറഞ്ഞു ഈ താങ്ങുവില, അത് പറഞ്ഞു എഴുതി കൊടുക്കാൻ, രേഖാമൂലമാക്കാൻ, നിയമപരമാക്കാം, അത് അംഗീകരിച്ചു. അതുപോലെ തന്നെ തർക്കപരിഹാരം ഈ നിയമത്തില് കോടതിയില്ല, സിവിൽ കോടതിയില്ല, അത് സിവിൽ കോടതിക്ക് വിട്ടുകൊടുക്കാം. അതിന് വെളിയിലുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടു. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കാര്യം അത് സമ്മതിച്ചു. അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന കാര്യം അതും അംഗീകരിച്ചു. അത് കഴിഞ്ഞ് അവരോട് പറഞ്ഞു ഇത് തൽക്കാലത്തേക്ക് നടപ്പിലാക്കുന്ന നിർത്തിവെക്കാം, ഇത് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ട് നിയമം പരിഷ്കരിക്കാം, നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാം.
ഇപ്പൊ കർഷകർ ഒന്നേ പറയുന്നുള്ളൂ. കർഷകരെന്ന് പറഞ്ഞാൽ ആ പഞ്ചാബിലെ സമരം ഈ കേരളത്തിലെ ആൾക്കാർക്ക് ആ സമരത്തിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ആ പ്രദേശത്തുള്ള ആൾക്കാരാണ്, പഞ്ചാബിലും ഹരിയാനയിലുള്ളവരാണ്. അവര് പറഞ്ഞു ഇതൊന്നും പറ്റിയാൽ ഇത് പിൻവലിക്കണം. ഇത് പിൻവലിക്കണമെങ്കിൽ പാർലമെന്റ് കൂടണ്ടേ? വെറുതെ ഒരു സ്വിച്ച് ഇടുന്ന പോലെ പ്രധാനമന്ത്രി വല്ലവരും പറയുന്നതാണോ? പ്രധാനമന്ത്രിക്കുമൊക്കെ പറയാവുന്നത് തൽക്കാലത്തേക്ക് നടപ്പിലാക്കാതിരിക്കാം, അല്ലെങ്കിൽ ഭേദഗതി കൊണ്ടുവരാം, നിങ്ങൾ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം, ഇത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നോക്കിയോ, കോടതി സ്റ്റേ ചെയ്താലും ഈ കർഷകർ സമരം നിർത്തുവോ? ഇനി പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം കുറച്ച് ആൾക്കാർ സമരം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രദേശത്തുള്ള ആൾക്കാർ സമരം ചെയ്താൽ അത് നിയമം പിൻവലിക്കണമെന്നാണ് കോടതി പറയുന്നതെങ്കിൽ അതൊരു കീഴ്വഴക്കമായിട്ട് വരട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. അത് ഭാവിയിൽ അങ്ങനെ തന്നെ ആകട്ടെ.